ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ നമ്മുടെ മുന്തിരിങ്ങ കൊണ്ട് സ്ക്വാഷ് ഉണ്ടാക്കുന്നതാണ്. അത് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് മുന്തിരിങ്ങ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് നമ്മുടെ മുന്തിരിങ്ങ കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും അതിൽ മുക്കി വെക്കുക കേട്ടോ. അതിനുശേഷം നന്നായി കഴുകിയെടുത്ത് ഓരോന്നോരോന്നായി നമുക്ക് വൃത്തിയായിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാമേ. അതിനുശേഷം ഒരു ജാർ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ വൃത്തിയാക്കിയ മുന്തിരിങ്ങകൾ ഇട്ട് കൊടുത്ത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി അരച്ച് എടുക്കുക. ജ്യൂസ് എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനകത്തേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുക്കാം. അങ്ങനെ ഗ്രേപ്പ് ജ്യൂസ് എല്ലാം നന്നായി അരിച്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇതിന് ഒരു ബൗളോളം ഉണ്ട്. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാരമലൈസ് ചെയ്യാനാണ്. ഞാൻ കാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും അലൂമിനിയത്തിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് വേഗം കരിയാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഡാർക്ക് ബ്രൗൺ കളർ ആയപ്പോഴത്തേനും ഞാൻ അതിനകത്തേക്ക് ഗ്രേപ്പ് ജ്യൂസ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുത്ത് ഞാനിവിടെ ഓവറായിട്ട് മധുരവോ പുളിയോ ചേർക്കുന്നില്ല കേട്ടോ. എല്ലാം പാകത്തിനെയുള്ള എങ്കിലല്ലേ നമ്മൾ അതിനകത്ത് വെള്ളം ഒഴിച്ച് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം എന്താ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേന് നമ്മൾ അത് അടുപ്പിൽ നിന്ന് എടുക്കണം കേട്ടോ. ഏകദേശം ഞാൻ ഇതിന് ഒരു ബൗളോളം ജ്യൂസാണ് അതിനകത്ത് ഒഴിച്ചത്. അത് പാകമായി വന്നപ്പോഴത്തേക്കിന് അര ബൗളായിട്ടുണ്ട്. അതായത് നമ്മൾ കുറുക്കിയെടുത്തതാണ്. പകുതിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ബോട്ടിലേക്ക് നമുക്ക് മാറ്റണം. ഞാനിത് വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളമയം ഒട്ടും ഇല്ലാത്തൊരു ബോട്ടിലാണ്. അതിനകത്തേക്ക് ജ്യൂസ് ഒഴിച്ചിട്ട് അത് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ഫ്രിഡ്ജിനകത്ത് തന്നെ വെക്കണം. കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇനി ആവശ്യത്തിന് അനുസരിച്ച് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി അതിനകത്തേക്ക് തണുത്ത വെള്ളമോ നോർമൽ വാട്ടറോ ചേർത്ത് ഉപയോഗിക്കാം.